ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെ കൃത്യമായിട്ട് അളവെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളതാണ്. നമ്മളിതാ ഇവിടെ അളവ് ബ്ലൗസ് നല്ലോണം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. മെഷർമെൻ്റ് എടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ ലെങ്ത് എടുക്കാം. ലെങ്ത് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് താഴെ വരയ്ക്കും. ബാക്ക് പീസിൻ്റെ ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 15 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 22 ഇഞ്ചാണ്. ഇനി നമുക്ക് താഴത്തുനിന്ന് 18.5 ഇഞ്ചാണ് നമ്മുടെ വെസ്റ്റ് റൗണ്ട് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് ചെസ്റ്റ് അളവ് കറക്റ്റ് വെച്ചിട്ട് വേണം ഷോൾഡർ അളവ് എടുക്കാൻ. 12 ഇഞ്ചാണ് ഷോൾഡർ അളവ് വരുന്നത്. 12 ഇഞ്ച്. അപ്പോൾ ഈ 12ന്റെ കൂടെ നമ്മൾ ഒരു അര ഇഞ്ചും കൂടെ ആഡ് ചെയ്യണം തയ്യൽ തുമ്പ്. അപ്പോൾ 12ന്റെ ഷോൾഡർ 12ന്റെ പകുതിയാണ് നമ്മൾ എടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ 6 ഇഞ്ചാണ്. അപ്പോൾ 6 പ്ലസ് അര ഇഞ്ച് 6 ഇഞ്ച് ഷോൾഡർ അളവ്. ഇനി നമുക്ക് കൈക്കുഴിയുടെ അളവാണ് വേണ്ടത്. കൈക്കുഴിയുടെ അളവെടുക്കുമ്പോൾ നമുക്ക് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് കറക്റ്റ് കൈക്കുഴി കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിവിടെ കൈക്കുഴി മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഷോൾഡറിന്റെ സ്ലോപ്പും തയ്യൽ തുമ്പും വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം വേണം നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും, അപ്പോൾ 3/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി എത്ര വേണം നോക്കാം. നമുക്ക് അതേ 6.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആം ഹോൾ 6.5 ഇഞ്ച്. അപ്പോൾ അതേ 6.5 ഇഞ്ചിന് ഈ ചെസ്റ്റ് അളവിൽ ഈ ഷോൾഡർ അളവിൻ്റെ കറക്റ്റ് 6.5 ഇഞ്ച് തന്നെയാണ് നമുക്ക് ഇത് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആം ഹോൾ റൗണ്ടാണ്. ആം ഹോൾ റൗണ്ട് കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ആം ഹോൾ റൗണ്ട് വരുന്നത് നമുക്ക് 9.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് അളവാണ് വേണ്ടത്. ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ പോയിന്റ്, ഈ താഴത്തെ ഈ പോയിന്റും ഈ ഇവിടെ തൊട്ട് ഈ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റും വന്ന താഴത്തെ ഈ പോയിന്റാണ് നമുക്ക് അളവ് വേണ്ടത്. അപ്പോൾ നമുക്ക് 10.5 ഇഞ്ചാണുള്ളത്. അപ്പോൾ 10.5 ഇഞ്ചാണ് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ച് എടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കുള്ളത് 10.5 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് നമുക്ക് വേണ്ടത് 10.5 ഇഞ്ച്. പിന്നെ നമുക്ക് 12.5 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അതായത് ഇവിടെ നിന്ന് ഈ ബെസ്റ്റ് പോയിന്റ് നമുക്ക് വന്നത് 10.5 ബെസ്റ്റ് പോയിന്റ് വന്നത്. ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് ഈ താഴത്തോട്ട് നമുക്ക് വന്നത് 12.5 ഇഞ്ചാണ്. ടോട്ടൽ വരുന്നത് നമുക്ക് 12.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ബെസ്റ്റ് പോയിന്റ് ടു ബെസ്റ്റ് പോയിന്റ്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ്, അതായത് ഒരു ബെസ്റ്റ് തൊട്ടിട്ട് അടുത്ത ബെസ്റ്റ് വരെയുള്ള അളവാണ് നമുക്ക് വേണ്ടത്. ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ടു ഈ പോയിന്റാണ്. അതായത് ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടം വരെ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ 3.5 ഇഞ്ചാണ് ഉള്ളത്. 3.5 ഇഞ്ചാണ് നമുക്ക് ബെസ്റ്റ് നിന്ന് ഈ പോയിന്റ് 3.5 ഇഞ്ചാണ് ഉള്ളത്. നമുക്ക് അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പടിയുടെ അളവാണ്. പടിയുടെ അളവ് 3.5 ഇഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.5 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.4 ഒരു പോയിന്റും. ഇത് 3.4 ഒരു പോയിന്റും ഇവിടെ 3.5 ഇഞ്ച്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടുള്ള അളവ്, ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് 2.25 നിന്ന് ഇങ്ങോട്ടുള്ള അളവ് 3.4. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു അളവെടുക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് ഇവിടെയുള്ള ഈ പോയിന്റിന്റെ അളവാണ് നമ്മൾ നോക്കുന്നത്. അത് 2.25 വരുന്നത്. 2.25. അപ്പോൾ 2.25 നമുക്ക് ഇവിടെയുള്ള ലെങ്ത്തും കൂടെ നോക്കാം. 3.4. 2.25 3.4 ഇതും കൂടെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് അവസാനം വെട്ടിയാൽ മതി. പടിയുടെ അളവ് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവസാനം അളവെടുത്താൽ മതി. ഇനി നമുക്ക് നെക്കളവ് നമ്മൾ എടുത്തിട്ടില്ല. നെക്കളവ് ആദ്യമേ നമ്മൾ എടുക്കണമായിരുന്നു, നമ്മളത് മറന്നുപോയി. അപ്പോൾ നെക്കളവിന് നമുക്ക് ഇതിങ്ങനെ നമുക്ക് മടക്കി വെക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
കറക്റ്റ് അളവ് കിട്ടൂല. അപ്പോൾ ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക. നമുക്ക് നെക്ക് വൈഡും വേണം, നെക്ക് ലെങ്ത്തും വേണം. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സ്കെയിൽ ഇങ്ങനെ കൊടുക്കാം. സ്കെയിൽ വെച്ച് കാണിക്കാം. കറക്റ്റ് അളവ് കണ്ടില്ലേ? കറക്റ്റ് അളവ് കണ്ടില്ല. ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ സ്ലോപ്പ്, 4 ഇഞ്ച് സ്ലോപ്പ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് കാണും. ഇവിടെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അളവെടുക്കാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് വരുന്നത്. അപ്പം നമുക്ക് ബാക്ക് നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് 2.5 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം, ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഷോൾഡർ അളവ് കിട്ടിയത് 6 ഇഞ്ചാണ് ഷോൾഡർ അളവ്. ഇത് കറക്റ്റ് 6 ഇഞ്ച് ഷോൾഡർ അളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അളവ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് 2.25 ഇഞ്ചാണ്. നെക്ക് വൈഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2.25 ഇഞ്ചാണ്. ഈ 2.25 ഇഞ്ച് നെക്ക് വൈഡ് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ 2.25 മാർക്ക് ചെയ്യരുത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. 2.25 നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തയ്ച്ച് വരുന്ന സമയത്ത് നമുക്ക് വൈഡ് കൂടിപ്പോവും, 3 ഇഞ്ച് വൈഡായി പോകും. അപ്പോൾ നമ്മൾ 2.25 ഇഞ്ചാണ് നെക്ക് വൈഡ് കിട്ടുന്നത്. അതിൻ്റെ 4 ഇഞ്ച് കുറച്ച് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് വൈഡ് 2.5, നെക്ക് വൈഡ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഇതേപോലെ തന്നെ. ഇനി നിങ്ങൾക്ക് ഇവിടെ അനങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്കെയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് വരുന്നത് 5 ഇഞ്ചാണ്. കറക്റ്റ് 5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഇറക്കം വരും. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടുത്തെ ഒരു 4 ഇഞ്ച് ഇത് നമ്മൾ തയ്ക്കുന്നതിന് 4 ഇഞ്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 3/4 ഇഞ്ച് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5.25 ഇഞ്ച് വരും ഇറക്കം. അപ്പോൾ നമുക്കിവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടാൽ മതി. മനസ്സിലായി? 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടാൽ മതി. നമുക്ക് ഈ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഷോൾഡർ തയ്ച്ചു പോകലും നമുക്ക് ഇവിടുന്ന് ഒരു 4 ഇഞ്ച് ഈ ഇറക്കം കൂടെ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് 1/2 ഇഞ്ച് കിട്ടും. നമുക്ക് രണ്ടിടത്തും 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടാൽ മതി. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ കിട്ടി, ഷോൾഡർ കിട്ടി, ഇതെല്ലാം കിട്ടി. ഫ്രണ്ട് അളവും ബാക്ക് അളവും ഒക്കെ കിട്ടി. നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ അളവാണ്. കറക്റ്റ് സ്ലീവ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇതുവരെ എത്ര ഇഞ്ച് നോക്കുക, 18 ഇഞ്ചുണ്ട് സ്ലീവിൻ്റെത്. അപ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത്ത് 18 ഇഞ്ച് പ്ലസ് ഇവിടെ ഒരു ഇഞ്ച് മടക്കി തയ്ക്കാനും ഇവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യും. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 4.5 ഇഞ്ച്. പിന്നെ ഇവിടുന്ന് ഒരു ഓപ്പൺ വരുന്നുണ്ട്. ഓപ്പൺ നമുക്ക് ഒരു 2.5 ഇഞ്ചിൽ ഓപ്പൺ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമ്മൾ ബ്ലൗസിൻ്റെ അളവ് മൊത്തം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടിങ് കാണാം. അപ്പം ഇനി കട്ടിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.